നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പതിവുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിർച്വസ് മെൻ ആൾവേസ് അബ്സ്റ്റെയിൻ ഡാഷ് ബാഡ് ഹാബിറ്റ്സ്. ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഇൻ വരുമോ, ഫോർ വരുമോ, ഫ്രം വരുമോ, അറ്റ് വരുമോ? ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും ഏതായിരിക്കണം? ഈ പറയുന്ന ഫ്രം ആയിരിക്കണം. ഇതായിരിക്കണം ഫ്രം. ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഫ്രം ആണ്. വെർച്വസ് മെൻ ആൾവേസ് അബ്സ്റ്റെയിൻ ഫ്രം ബാഡ് ഹാബിറ്റ്സ് എന്നാണ് ഇവിടെ ആൻസറായി വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അൺഅക്നോളജ്ഡ് യൂസ് ഓഫ് എ റിസോഴ്സ് ഈസ് കാൾഡ്. അതായത് അറിയാതെ അല്ലെങ്കിൽ പറയാതെ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ ഉപയോഗിക്കുക, അതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് പറയുന്നത്. പ്ലേജറിസം എന്ന് വിളിക്കാൻ പറ്റുമോ, അഗ്നോട്ടിസിസം എന്ന് വിളിക്കാൻ പറ്റുമോ, ഒപ്റ്റിമിസം എന്ന് പറയാൻ പറ്റുമോ, വൻഡാലിസം എന്ന് പറയാൻ പറ്റുമോ? ഏതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? പ്ലേജറിസം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് പ്ലേജറിസം. അപ്പൊ അൺഅക്നോളജ്ഡ് യൂസ് ഓഫ് എ റിസോഴ്സ് ഈസ് കാൾഡ് പ്ലേജറിസം. ഇനി എന്താ അഗ്നോട്ടിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ അസ്തിത്വം ഉണ്ടോ അതോ ഇല്ലയോ എന്ന രീതിയിൽ സംശയിക്കുന്ന ആളുകളെയാണ് നമ്മൾ അഗ്നോട്ടിസിസം, അങ്ങനെയുള്ള വിശ്വാസത്തെയാണ് നമ്മൾ അഗ്നോട്ടിസിസം എന്ന് പറയുന്നത്. ഇനി വൻഡാലിസം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുമുതൽ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വൻഡാലിസം എന്ന് പറയുന്നത്. ഒപ്റ്റിമിസം നമുക്കറിയാം, ശുഭാപ്തി, വിശ്വാസം. അപ്പൊ ഇവിടെ ചോദ്യം അൺഅക്നോളജ് യൂസ് ഓഫ് എ റിസോഴ്സ് എന്നാണ്. അതിനെന്ത് വിളിക്കുക എന്നുള്ളതാണ്. അത് പ്ലേജറിസം എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അസാപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ. ASAP എന്ന് പറയുന്നത് എന്തിന്റെ ഉദാഹരണമാണ്? എപ്പോണിം ആണോ, ഹോമോണിം ആണോ, സിനോണിം ആണോ, അതോ അക്രോണിം ആണോ? എന്താണ് അസാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പൊ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് നമ്മൾ ചുരുക്കിയാണ് അസാപ്പ് എന്ന് എഴുതുന്നത്. നോക്കുമ്പോൾ ആസ് സൂൺ ആസിനകത്തെ ആസ് എന്നുള്ളതിന്റെ എയും സൂൺ എന്നുള്ളതിന്റെ എസും അസിന്റെ എയും പോസിബിൾ എന്നുള്ളതിന്റെ പിയും. ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും ആദ്യത്തെ അക്ഷരം എടുത്താണ് നമ്മൾ ഈ അബ്രിവിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതിനെ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? അക്രോണിം എന്ന് പറയാം. എന്താണ് അക്രോണിം? അതായത് ഏതെങ്കിലും വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം എടുത്ത് വെച്ച് നമ്മളൊരു ഇതൊരു എന്താണ് ഒരു അബ്രിവിയേഷൻ ഉണ്ടാക്കുക. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അങ്ങനെ നമ്മൾ അക്രോണിം എന്ന് പറയും. ഈ അടുത്ത ചോദ്യം എന്താണ്? ഹൂഡ് ഇൻ ദ വേർഡ് ചൈൽഡ്ഹുഡ് ഈസ് എ. ഈ ഹൂഡ്, അതായത് ചൈൽഡ്ഹുഡിലെ ഈ ഹൂഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രിഫിക്സ് ആണോ, സഫിക്സ് ആണോ, പ്രിപ്പോസിഷൻ ആണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? എന്തായിരിക്കും? സഫിക്സ് ആണ്. അതാണ് ഈ പറയുന്ന ഹൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സഫിക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൈസ് പീപ്പിൾ ആർ റെഡി ടു ഡാഷ് ദ സ്റ്റൈൽ ഓഫ് ലിവിങ് ടു ദർ സർക്കംസ്റ്റാൻസസ്. അപ്പൊ വൈസ് പീപ്പിൾ എന്താണ്? അവരെപ്പോഴും തയ്യാറാണ്. എന്ത്? അവരുടെ സ്റ്റൈൽ ഓഫ് ലിവിങ്, അവരുടെ ജീവിത ശൈലി, ടു ദർ സർക്കംസ്റ്റൻസ്, അവരുടെ സാഹചര്യങ്ങളിലേക്ക് പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ അവർക്ക് എപ്പോഴും തയ്യാറാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അഡാപ്റ്റ് വരുമോ, അഡപ്റ്റ് വരുമോ, അഡോപ്റ്റ് വരുമോ? അഡോപ്റ്റ് എന്ന് വെച്ചാൽ ദത്തെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അഡപ്റ്റ് എന്ന് വെച്ചാൽ സാമർഥ്യമുള്ള അല്ലെങ്കിൽ സമർത്ഥനായ എന്നൊക്കെ അർത്ഥത്തില്ല അഡപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൊരുത്തപ്പെടുക, ചേഞ്ച് ചെയ്യുക, അതിനനുസരിച്ച് മാറ്റുക എന്നൊക്കെ അർത്ഥമില്ല. ഇവിടെ ആൻസർ എന്തായിരിക്കും? അഡാപ്റ്റ് ആയിരിക്കും. വൈസ് പീപ്പിൾ ആർ റെഡി ടു അഡാപ്റ്റ് ദ സ്റ്റൈൽ ഓഫ് ലിവിങ് ടു ദ സർക്കംസ്റ്റാൻസസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം. എ പേഴ്സൺ ഹു നെവർ യൂസസ് ആൽക്കഹോൾ. ആൽക്കഹോൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? മിസോജിനിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഹെഡോണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ടീറ്റോറ്റാലർ എന്ന് വിളിക്കാൻ പറ്റുമോ? എൻറ്റമോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ടീറ്റോറ്റാലർ എന്നായിരിക്കും. ടീറ്റോറ്റാലർ. അപ്പം എ പേഴ്സൺ ഹു നെവർ യൂസസ് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടീറ്റോറ്റാലർ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫ്രേസൽ വെർബ് ഗീവിൻ മീൻസ്. ഗീവിൻ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അബാൻഡൻ ആണോ, റിസൈൻ ആണോ, ഹാൻഡ് ഓവർ ആണോ, അതോ സറണ്ടർ ആണോ? എന്തായിരിക്കും? സറണ്ടർ ആയിരിക്കും. എന്തായിരിക്കും? സറണ്ടർ. അപ്പം ഈ പറയുന്ന ഗീവിൻ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താണ്? സറണ്ടർ, അതായത് കീഴടങ്ങുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. There are many dead languages in the world. ഒരു സെന്റൻസ് ഇങ്ങനെ തന്നിരിക്കുക.
എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൗണായിട്ട് വരുമോ, വെർബായിട്ട് വരുമോ, ആഡ്വർബായിട്ട് വരുമോ, അഡ്ജക്റ്റീവായിട്ട് വരും. നമുക്ക് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദർ ആർ മെനി ഡെഡ് ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മരിച്ച ഭാഷകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഷകൾ എന്ന് പറയുന്ന ലാംഗ്വേജസ് ആണ്. അപ്പൊ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഡെഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നൗണാണ്. ലാംഗ്വേജസ് എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ഇവിടെ ഡെഡ് എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആണ്. അതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഡി എന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അമേരിക്ക ഹാസ് പ്രൂവ്ഡ് ടു ബി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഫോർ ഗൾഫ് കൺട്രീസ്. ദ അണ്ടർലൈൻ ഫ്രേസ് ഇൻ ദ സെന്റൻസ് മീൻസ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഫ്രേസിന് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് വെച്ചാൽ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നാണോ, ഗ്രേറ്റ് ഹെൽപ്പർ എന്നാണോ, സീക്രട്ട് എനിമി എന്നാണോ, അതോ വെൽ വിഷർ എന്നാണോ? എന്തായിരിക്കും എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് സീക്രട്ട് എനിമി. അതായത് അജ്ഞാത ശത്രു ആണ് സീക്രട്ട് എനിമി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രു നമ്മൾ അറിയിക്കാതെ നമുക്കെതിരെ നിഗൂഢമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് ധരിച്ചുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെ നമുക്ക് സീക്രട്ട് എനിമി എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് ഫ്രേസ് ആയിട്ട് പറയാനും പറ്റും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? സെലക്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ശരിയായിട്ടുള്ള സെന്റൻസ് എടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് ദാറ്റ് ഹാവ് ബീൻ മേഡ് ബൈ ദ കമ്പനി എന്നാണോ? ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് ദാറ്റ് ഹാസ് ബീൻ മേഡ് ബൈ ദ കമ്പനി എന്നാണോ? ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫർ ദാറ്റ് ഹാസ് ബീൻ മേഡ് ബൈ ദ കമ്പനി എന്നാണോ? ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫർ ദാറ്റ് ഹാവ് ബീൻ മേഡ് ബൈ ദ കമ്പനി എന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു ഈ വൺ ഓഫ് വെച്ചുകൊണ്ട് പറയുമ്പോൾ വൺ ഓഫ് എന്ന് പറയുന്നതിന് ശേഷം ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം എഴുതേണ്ടത്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഓഫർ എന്ന് പറയുന്ന സംഭവമാണ് വന്നിരിക്കുന്നത്. ഓഫറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണാൻ പറ്റും, എണ്ണി പറയാൻ പറ്റും ഏതൊക്കെ ഓഫറുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ ഫോം വരണം. അപ്പൊ അങ്ങനെ ഇവിടെ പ്ലൂറൽ ഫോം വന്നു. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ്. അങ്ങനെ വന്നിരിക്കുന്ന വേറെ ഏതുണ്ട്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും ആണ് തുടക്കത്തിൽ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഈ രണ്ടിന്റെയും എയും ബിയുടെയും ഇവിടം വരെ കറക്റ്റ് ആണ്. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ്. ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫർ എന്നേ ഉള്ളൂ, ഇവിടെ അതുപോലെ ഓഫർ എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സി ആൻഡ് ഡി നമുക്ക് വേണ്ട. ഇനി എ ആണോ ബി ആണോ ശരി എന്നുള്ളതാണ്. നമുക്ക് എത്രയും ഈ വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ വരികയാണെങ്കിൽ പിന്നീട് വരേണ്ട വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? പ്ലൂറൽ ഫോമിലായിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ വന്നു. ഏത്? ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കേണ്ട വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ഫോം ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാസ് ബീൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ ഇനി ഹാവ് ബീൻ ആണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഓപ്ഷൻ, അതായത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫേഴ്സ് ദാറ്റ് ഹാവ് ബീൻ മേഡ് ബൈ ദ കമ്പനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.